What? Damn it! Shit! കർമ്മണ്യേ വാദികാരസ്തേ മാബലേഷു കഥാചന. ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം കൊടുത്തതുപോലെ ഇവൾ എനിക്കും തന്നു. പക്ഷെ കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാവർക്കും അവരുടേതായ ഓരോ ശരികളുണ്ടായിരുന്നു, ശകുനിക്ക് വരെ. പക്ഷേ ഇവിടെ അനന്തംപിള്ളയ്ക്ക് ഒരു ശരിയുമില്ല. അവനൊരു ഇന്റർനാഷണൽ ഫ്രോഡാ. പ്രസ്ഥാനം നമുക്ക് കരുത്തുള്ളതാക്കണം. പഴയതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ നമുക്ക് തിരിച്ചു വരണം. ഇനി നമ്മുടെ കുടുംബത്തില് പ്രതാപൻ മാത്രം പോരാ, MLAയും മന്ത്രിയൊക്കെ ആയിട്ട്. ജയിക്കുന്ന 2 മണ്ഡലങ്ങളിലേക്ക് ഈ നിൽക്കുന്ന ശേഖരനെയും മറ്റൊന്നില് ദീപകിനെ നിർത്തണം. അവരും കൂടി ജയിച്ച് MLAയും മന്ത്രിയൊക്കെ ആവട്ടെ. ആദ്യം ഈ പാർട്ടി ഒന്ന് രക്ഷപ്പെടട്ടെ, എന്നിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്താം. എനിക്ക് പാർലമെന്ററി മോഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടിന്റെ ഒരാവശ്യവുമില്ല. അതെന്താ അവരുടെ കാര്യം മാത്രം പറഞ്ഞത്? നിങ്ങൾ മത്സരിക്കുന്നില്ലേ? ഇവരിനിയേ മത്സരിക്കില്ല. മത്സരിച്ചാ തോക്കും, ഉറപ്പായിട്ടും തോക്കും. അതുമാത്രമല്ല, ഇവരുടെ നോമിനേഷൻ ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളയുകയും ചെയ്യും. മോനെ ദീപക്കേ, എന്തായാലും പ്രതാപൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയല്ലേ, എനിക്ക് നിനക്കൊരു സീറ്റ് തരാതിരിക്കുവോ? അമ്മയെ ഇലക്ഷന് മത്സരിപ്പിച്ചേക്കാം, പക്ഷേ എനിക്കൊന്നും തരില്ല അയാള്. എന്നെ അയാൾക്ക് നല്ല പുന്നാരാണല്ലോ. എടാ, നീയൊന്ന് അടങ്ങ്, നമുക്ക് നോക്കാം. എന്തായാലും അനന്തനുമായുള്ള ബന്ധം വിടുന്നില്ല. ആ മോനെ ദീപക്കേ, വിവരം വല്ലതും അറിഞ്ഞോ? എന്ത് വിവരം? What? Damn it! Shit! സാറേ, ഞാനൊരു ന്യൂസ് കേട്ടു. എന്താടാ, നിന്റെ വീട് കടലെടുത്തെന്നാണോ? അതല്ല, അതിനേക്കാൾ ഭയങ്കരമായൊരു ന്യൂസ്. പ്രതാപ് വർമ്മയും ബാക്കി നിൽക്കുന്ന നേതാക്കളും കൂടെ ചേർന്ന് ആ പഴയ പാർട്ടിയെ സജീവമാക്കാൻ പോകുന്നെന്ന്. ഇത് കേട്ടിട്ട് സാറിന് എന്താ ഒരു കുലുക്കമില്ലാത്ത? ഞാനെന്താ കുലുങ്ങണോ? കുലുങ്ങി മതിയോടെ പൊടിയാടി. എടോ പൊടിയാടി, ഈ ലോകത്ത് എന്ത് നടന്നാലും വിത്തിൻ സെക്കൻഡ്സ് ഈ അനന്തപിള്ള അറിയും. മനസ്സിലായോടോ പൊടി ആടി? അപ്പൊ സാറത് അറിഞ്ഞല്ലേ? അവൻ ഇനി എവിടെ മത്സരിച്ചാലും ജയിക്കാൻ പോകുന്നില്ല. ജയിക്കോടെ പൊടിയാടി. വോട്ട് ചെയ്യുന്നത് ജനങ്ങളല്ലേ സാർ? അവരുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ ജനങ്ങളുടെ പൾസ് ഈ അനന്തപിള്ളയ്ക്ക് അറിയാം. ഞാൻ പറയുന്നു, അവനെ ജനം മടുത്തു. ഒരാള് പോലും ഈ പ്രതാപ് വർമ്മയ്ക്ക് ഇനി വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യരുതെന്നാണ് എന്റെ ആഗ്രഹം. അല്ല, എനിക്ക് മറ്റൊരു ഡൗട്ടുണ്ട്. എന്താടോ? സാറാണല്ലോ വർമ്മയുടെ മുഖ്യ ശത്രു. സാറിനെ തോൽപ്പിക്കാൻ
സാറ് നിൽക്കുന്ന മണ്ഡലത്തിലെങ്ങാനും അയാൾ വന്ന് മത്സരിക്കൂ? അവൻ എനിക്കെതിരെ മത്സരിക്കാൻ വരട്ടടോ. കെട്ടിവച്ച കാശ് അവന് തിരിച്ചു കിട്ടില്ല. നീ നോക്കിക്കോ പൊടിയാടി. രാജു, എന്തൊരു സന്തോഷം ഇത്. പിന്നെ സന്തോഷിക്കണ്ടേ? കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഓരോ വിജയങ്ങളും ആഘോഷിക്കണം, സന്തോഷത്തോടെ ആഘോഷിക്കണം. രാജു, ഞാനൊന്ന് അമ്മയെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കട്ടെ. അമ്മേ, അങ്ങനെ ഫൈനലി പാർട്ടി രൂപീകരണത്തിനും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് മത്സരിക്കാനും അച്ഛൻ സമ്മതിച്ചു. ഈശ്വര, നന്നായി മോളെ, വളരെ നന്നായി. അമ്മയ്ക്ക് സന്തോഷമായി. അച്ഛന്റെ മനസ്സിനേറ്റ മുറിവ് മാറാനുള്ള ഏക മാർഗം ഇത് മാത്രമായിരുന്നു. അതെ അമ്മേ, അച്ഛനെ ഇലക്ഷന് മത്സരിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരുടെ ആവേശം അമ്മേന്ന് കാണേണ്ടതായിരുന്നു. ഇപ്പോഴും പുറത്ത് ആർപ്പുവിളികളാ. ആ മോളെ, എനിക്കൊരു കോള് വരുന്നുണ്ടേ. ഞാൻ ആരാ നോക്കട്ടെ. അമ്മ കോള് കട്ട് ചെയ്തു. പിന്നെ വിളിക്കാന്ന്. മറ്റെന്തെങ്കിലും അത്യാവശ്യ കോളായിരിക്കും. ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നതല്ലേ. പിന്നെ സ്വന്തം മോള് വിളിക്കുമ്പോഴല്ലേ അത്യാവശ്യ കോള്. വർമ്മ സർ. ഹലോ പവിത്ര, തിരക്കിലല്ലോ അല്ലേ? അല്ല, പറഞ്ഞോളൂ സർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനാ ഞാനിപ്പോ പവിത്രയെ വിളിച്ചത്. എന്താ സർ, എന്താ കാര്യം? വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്റെ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നതിനെ കുറിച്ച് പവിത്രയുടെ അഭിപ്രായം എന്താ? വളരെ നല്ലൊരു തീരുമാനമാണ് സർ. സാറിന്റെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യത്തില് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നത് സാറിന്റെ മനസ്സിന് നല്ല ഉന്മേഷം നൽകും. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം. എന്താ എന്താ പ്രശ്നം? ഒരുപാട് സ്ട്രെസ് എടുക്കരുത്, ടെൻഷൻ അടിക്കാനും പാടില്ല. ഏയ്, അതൊക്കെ എന്റെ മകളും മരുമകനും നോക്കിക്കോളൂ. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയം എനിക്കൊരു തലവേദന ആയിട്ടില്ല ഇതുവരെ. എല്ലാത്തിൽ നിന്നും ഒന്നാകുന്നു നിൽക്കണമെന്ന് ഞാൻ കരുതിയുള്ളൂ. മനസ്സിന് ഇഷ്ടമുള്ളതൊന്നും അങ്ങനെ നമ്മളെ വിട്ടു പോവില്ല സർ. എത്ര അകന്നു പോയാലും ഇഷ്ടമുള്ളതൊക്കെ വീണ്ടും തിരികെ വന്നുകൊണ്ടിരിക്കും. എനിവേ, തന്റെ വളരെ പോസിറ്റീവായ അഭിപ്രായത്തിന് നന്ദി. ഞാൻ വിളിക്കാം. ഓക്കെ സർ. സർ,